ഈ ഒരു ചുറ്റോട്ടത്ത് 4 സെന്റിൽ ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീട് വാങ്ങുന്നതിനെക്കാട്ടും വിലക്കുറവിൽ 10 സെന്റിൽ ഏകദേശം 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന 5 ബെഡ്റൂമും 2 കിച്ചണോടും കൂടിയിട്ടുള്ള വലിയൊരു വീട് സ്വന്തമാക്കാൻ സാധിക്കും. ഏകദേശം 15 വർഷം പഴക്കമുള്ളൊരു വീടാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം വട്ടപ്പാറയ്ക്ക് സമീപമാണ്. വട്ടപ്പാറ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ MC റോഡ് വഴി വേറ്റനാടേക്ക് വരുമ്പോഴത്തേക്ക് ഏതൻ ഗാർഡൻസ് എന്ന് പറഞ്ഞൊരു നഴ്സറി കാണാം. നഴ്സറി കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോൾ വലത്തോട്ട് പ്രദീപ് നഗർ, അതിനകത്തേക്ക് 200 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ്. ആ റോഡ് ജസ്റ്റ് ഒന്ന് കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയായി. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ചുറ്റുവട്ടമാണ്. നോക്കിയേ, 10 സെൻറ്റ് സ്ഥലം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് പോകാൻ നമുക്ക് മുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടന്ന് കളിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഒരു 4-5 വണ്ടികളിടാം. ഇനി അതല്ല, പിള്ളേർക്ക് ഇറങ്ങി നിന്ന് കളിക്കണമെങ്കിൽ ആ രീതിയിലുള്ള സ്ഥലമുണ്ട്. ഈ കാണുന്ന പോലെ നമുക്ക് ഗാർഡനിങ് വർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്, കിണറുണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള പ്രോപ്പർട്ടി. നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഈ കാണുന്ന പോലെയാണ് നമ്മളൊരു വരാന്ത സ്പേസ് വരുന്നത്. ഈ വീടിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് കേട്ടോ. റീൽസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ യൂട്യൂബിൽ ചെന്ന് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്. ഈ കാണുന്ന പോലെയാണ് കോമൺ സ്പേസ്. ഇവിടെ ആയിട്ട് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ വരും. ഇതാണ് നമ്മുടെ കിച്ചണ്. കിച്ചണിൽ വരുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് സ്ലാബ് ചെയ്ത് അടിയിലേക്ക് എല്ലാം അടച്ചിട്ടെടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം തന്നെ സ്റ്റോറേജ് കാണാം. അവിടെ നിന്ന് വരുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ്. വർക്ക് ഏരിയയിലാണെങ്കിൽ ഒരു ആലുവ അടുപ്പൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പം ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ മുറ്റി നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് വിറകടുപ്പിൻ്റെ സാധ്യത വളരെയേറെ കൂടി വരുവാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചുറ്റുവട്ടമൊക്കെ പോയി വിറകൊക്കെ പറയിക്കൊണ്ട് വയ്ക്കുവാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ഈ താഴത്തെ നിലയിൽ തന്നെ 3 ബെഡ്റൂംസ് വരുന്നുണ്ട് കേട്ടോ. ഈ ഭാഗങ്ങളിലായിട്ട് അടുത്ത 2 ബെഡ്റൂംസ് കാണാം. ഈ 2 റൂംസും സെയിം ആണ് കേട്ടോ. അതായത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് ആണ്. നമുക്ക് ഈ വീട് കുറേ നാളായിട്ട് അടച്ചിട്ടിരിക്കുമായിരുന്നു. ഈ അടച്ചിട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ മോയ്സ്ചർ കയറി പെയിന്റ് ചിലയിടത്ത് പൊള്ളി ഇളകിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഈ വീടിന് റെനോവേഷൻ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് റീപെയിന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം പുത്തനാണ് കേട്ടോ. അതായത് ഇതൊക്കെ റീസെൻ്റ് ആയിട്ട് മാറ്റിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അതെല്ലാം നീറ്റ് കണ്ടീഷനിൽ തന്നെ ഇരിപ്പുണ്ട്. അതേ കണക്ക് തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു ബെഡ്റൂം കാണാം. ഇതായാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതിലും ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം പുത്തനാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വേറെ റെനോവേഷൻ വർക്കോ ഒന്നും തന്നെ ചെയ്യേണ്ടിയും വരുന്നില്ല. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും തമ്മിൽ ഈ കാണുന്ന പോലെ ഒരു പാർട്ടിഷൻ, ടെമ്പററി പാർട്ടിഷൻ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെ വെച്ചാൽ മേളത്തെ നില സെപ്പറേറ്റ് ആയി വാടക കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നിലയിലേക്ക് ഈ ഒരു ഓപ്പൺ ടെറസ് വഴി എൻട്രി വരും കേട്ടോ. അതായത് പുറത്തുനിന്നൊരു സ്റ്റെയർ കയറി ഈ ഓപ്പൺ ടെറസിലേക്ക് വരും. ഇവിടെ ആയാലും ഫുള്ളായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് എൻട്രി വരുന്നുണ്ടാവും. ഇവിടെ ആണെങ്കിൽ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ്, അത് പോയിട്ട് 2 ബെഡ്റൂംസ്, 2 കൂടെ ആയിട്ട് ഈ കാണുന്ന പോലെ ഒരു കോമൺ ബാത്റൂമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഒരു കിച്ചൺ. ഇത്രയാണ് നമ്മുടെ മേളത്തെ നിലയിൽ ലേഔട്ട് വരുന്നത്. കിച്ചണിലായാലും ഫുള്ളായിട്ട് സ്ലാബൊക്കെ ചെയ്ത് ഇതുപോലെ സ്റ്റോറേജ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മുൻവശത്തും നമുക്കൊരു വലിയൊരു ബാൽക്കണി സ്പേസും വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ശരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം MC റോഡ് കാണാൻ തോന്നുന്നു കേട്ടോ. തൊട്ടടുത്തായിട്ടാണ് MC റോഡ് വരുന്നത്. ആ രീതിയിലുള്ള പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. അതായത് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വളരെയേറെ ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷൻ. MC റോഡിന് അരിയത്തായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നിറങ്ങാവുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു ചുറ്റുവട്ടത്ത് 4 സെൻറ്റോ 5 സെൻറ്റിലോ ഒരു പുതിയ വീട് വാങ്ങുന്നതിനേക്കാളും വിലക്കുറവിൽ നിങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിലെ വലിയൊരു വീട് സ്വന്തമാക്കാം. ഉദ്ദേശിക്കുന്ന വില 62 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷന് സാധ്യതയുണ്ട്.